ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. 2024 ഏപ്രിൽ 19 അതുവരെ ഉണ്ടായിരുന്ന പൂരത്തിന് തൃശ്ശൂരുകാർ കലക്കിയെന്ന് പറഞ്ഞിരുന്നത് ഗംഭീരമായി എന്ന അർത്ഥത്തിലായിരുന്നു. അക്കൊല്ലം പൂരം കലക്കിയത് മറ്റൊരർത്ഥത്തിലാണ്. എലഞ്ഞിത്തറ മേളത്തിനു ചുറ്റും കൈയുയരുന്ന പോലെ എല്ലാ വിരലുകളും അന്ന് അവിടെയുണ്ടായിരുന്ന പോലീസ് ഉന്നതന് നേർക്ക് ഉയർന്നു. കൊല്ലം 1 മാസം 3 കഴിഞ്ഞു. ഉന്നതനിപ്പോഴും ഉന്നതനായി തന്നെ ഇരിക്കുന്നു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, തലസ്ഥാനത്തുയരുന്ന വീടിന്റെ ചെലവ്, പിന്നെയും ഉയർന്നു പല ആരോപണങ്ങൾ. ഒടുവിൽ നിയമങ്ങളെല്ലാം അറിയാവുന്ന ലോ ആൻഡ് ഓർഡറിന്റെ തലപ്പത്ത് ഇരുന്നിരുന്നയാൾ നിയമം ലംഘിച്ച് മല കയറിയിരിക്കുന്നു. അജിത് കുമാറിനോട് പറയാനുള്ളതെല്ലാം കോടതി പറയുന്നുണ്ട്. എന്നിട്ടും അയാളെ സംരക്ഷിക്കുന്ന, ഡ്രൈവറെ മാത്രം ബലിയാടാക്കുന്ന സർക്കാരിനോട് ജനത്തിന് പറയാനുള്ളത് മന്ത്രി കെ രാജൻ പറഞ്ഞ അതേ വാക്കാണ്. വകതിരിവ് എന്നൊന്നുണ്ട്. കരുതൽ തുടരുമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ ഉണ്ട്, ഷാഫി ചാലിയം ലീഗ് പ്രതിനിധി, റെജി ലൂക്കോസ് CPM സഹയാത്രികൻ, A സജീവൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ റെജി ലൂക്കോസിലേക്ക് പോകുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഈ ട്രാക്ടർ ഓടിച്ച് ശബരിമലയിലേക്ക് പോയതിൽ ഇപ്പോൾ ട്രാക്ടർ ഡ്രൈവർക്കെതിരെ മാത്രം ഇട്ടിരിക്കുന്ന FIR, ആ FIR-നെ കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? അല്ല, തീർച്ചയായിട്ടും ADGP MR അജിത് കുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതൊരു ഗുരുതരമായ വീഴ്ചയാണ്. കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതി കൃത്യമായി വിധി പറഞ്ഞിട്ടുണ്ട്. 2016 എൻ്റെ ഓർമ്മ. ഒരു കാരണവശാലും അവിടെ മനുഷ്യരെയും കൊണ്ട് പോകാൻ പാടില്ല. അവിടെ ശബരിമല സന്നിധാനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികളുണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നൊരു വിധിയുണ്ട്. ഈ വിധി നിലനിൽക്കെ ഈ വിധി നടപ്പാക്കാനായിട്ടുകൂടെ ബാധ്യസ്ഥനായ ഒരു ADGP ആ വിധി തൻ്റെ സഹപ്രവർത്തകർ ഓർമ്മിച്ചിട്ട് പോലും അദ്ദേഹം അത് അവഗണിച്ചുകൊണ്ട് ഈ ട്രാക്ടറിൽ കയറി സന്നിധാനത്തിന് താഴത്തെ 2ാമത്തെ വളവ് വരെ ചെന്നത് ഗുരുതരമായ തെറ്റ് തന്നെ. അക്കാര്യത്തിൽ യാതൊരു തർക്കമില്ല. 2016 ഓർമ്മക്കുറവുണ്ടാകുമെന്ന് കരുതാം. 2021 ഹൈക്കോടതിയുടെ ഉത്തരവാണിത്. അല്ല, സമാനമായൊരു ഉത്തരവ് 2016 ഉണ്ടായിരുന്നു. സ്മൃതി പറഞ്ഞത് ശരിയാണ്. 2021 അത് വീണ്ടും കർശനമായ രീതിയിൽ ആ വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായെന്നുള്ളത് വളരെ കൃത്യമായ കാര്യം. ഞാനത് നിഷേധിക്കുന്നില്ല. തന്നെയല്ല, ശബരിമല പോലെയുള്ളൊരു പരിപാവനമായ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാന സ്തംഭങ്ങളിലൊന്നായ ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഈ രീതിയിൽ അദ്ദേഹം ചെയ്ത നടപടി ശരിയല്ല, തെറ്റ് തന്നെയാണ്. അതിന് യാതൊരു തർക്കമില്ല. തന്നെയല്ല, ഹൈക്കോടതി വിധിക്ക് എതിരാണ്. സഹപ്രവർത്തകർ സൂചന കൊടുത്തിട്ട് പോലും അതിനെ ധിക്കരിച്ചുകൊണ്ട് പോയത് തെറ്റാണ്. അത് യാതൊരു തർക്കമില്ല. അത് തന്നെയുമല്ല, ആ ഡ്രൈവറുടെ പേരിൽ കേസെടുത്ത് FIR ഇട്ടിരിക്കുന്നത് പോലീസുകാർ തൻ്റെ മേലുദ്യോഗസ്ഥന്മാരെ ഭയന്നുകൊണ്ട് ചെയ്തതായിരിക്കാം. പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ഈ വിവരം വെളിവന്നപ്പോൾ ഇന്ന് തന്നെയാണ്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അതിനെതിരെ നടപടി ഉണ്ടാവും. തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് നടപടി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ PV അൻവറും പ്രതിപക്ഷ നേതാവ് VD സതീശനും കൊണ്ടുവന്ന ഈ പറയുന്ന നമ്മുടെ തൃശ്ശൂർ പൂരം കലക്കിയായിട്ട് ബന്ധപ്പെട്ടതിൽ 3 അന്വേഷണ ഘട്ടങ്ങളിലായിട്ട് അന്വേഷണം നടത്തി. അതിൽ മനോജ് എബ്രാഹിം ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു. ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് ശിക്ഷിക്കാൻ പാടില്ല, ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം താൻ ഉറങ്ങിപ്പോയതിന് ന്യായീകരണമായിട്ട് വന്നു. പക്ഷേ എങ്കിലും ആഭ്യന്തര വകുപ്പ് ചുമതലയുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇദ്ദേഹത്തിനെ ക്രമസമാധാന നിലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നടപടി സ്വീകരിച്ചു. ഏറ്റവും മുഖ്യമായ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, കഴിഞ്ഞ ADGPയുടെ നിയമനം ഏതാനും ആഴ്ചകളെ നടന്നിട്ടുള്ളൂ. അന്ന് ഇദ്ദേഹത്തിനെ ADGP-ആയിട്ട് നിയമിക്കാനായിട്ടുള്ള 6 അംഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അതിൽ PSC കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ, കേന്ദ്ര UPSC കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ 3 പേരുടെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ പേരില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നേരിട്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാരുടെ താല്പര്യപ്രകാരം DGP ഇൻ ചാർജായിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ടുവരും എന്ന് മാധ്യമങ്ങളെല്ലാം പല രീതിയിലുള്ള, ഇപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിൽ പോലും ഞാൻ ആ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുള്ളതാണ്. അതെല്ലാം നിങ്ങളുടെ ഭാവനയായിരുന്നു. എങ്ങനെയെങ്കിലും ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തുക ഇദ്ദേഹത്തിലൂടെ. തീരുമാനം വന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് പോയ ലിസ്റ്റ് എന്തായിരുന്നു? ആദ്യത്തെ ലിസ്റ്റ് എങ്ങനെയായിരുന്നു? അങ്ങനെയല്ല ഞാൻ പറഞ്ഞ സ്മൃതി. അതായത് മധ്യപ്രദേശ്, UP അതുപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും കൊടുത്ത ലിസ്റ്റ് തിരിച്ചു വന്നപ്പോൾ ഈ അവർ കൊടുത്ത ലിസ്റ്റിലില്ലാത്ത ആള് DGP സ്ഥാനാർത്ഥി അത് ആരാണോ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാണ്ട്
DGP ഇൻചാർജ് ആയിട്ട് ഇന്നും ഇന്ത്യയിൽ 6 സംസ്ഥാനങ്ങളിലുണ്ട്. എന്തുകൊണ്ടാണ് ആ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യമുള്ള DGPയെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി അവർ കണ്ടൊരു കുറുക്ക് വഴിയാണ്. അത് കേരളത്തിൽ നടപ്പാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തിനെ DGP ഇൻചാർജ് ആയിട്ട് കൊണ്ടുവരും എന്ന് മാധ്യമങ്ങൾ എന്താ പറയുക കൊട്ടിഘോഷിച്ചു. ഇവിടെ എന്തെല്ലാം വാർത്തകൾ വന്നു. അതിന് മുഖ്യമന്ത്രി ശ്രമിക്കുന്നു, ആഭ്യന്തര വകുപ്പ് ശ്രമിക്കുന്നു. പക്ഷെ അതുമല്ല നടപ്പാക്കിയോ? ഇവിടെ നിന്ന് ആദ്യം കൊടുത്ത പട്ടികയിൽ ADGP MR അജിത് കുമാറിന്റെ പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് ഏതൊക്കെ സംഭവങ്ങൾക്ക് ശേഷമാണ് ആ പേരുണ്ടായിരുന്നതെന്ന് കാര്യമുണ്ടല്ലോ. അല്ല, താങ്കൾ ഇപ്പോൾ നമ്മൾ ഈ ട്രാക്ടർ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ട്രാക്ടർ വിഷയത്തിൽ ശബരിമലയിലേക്ക് ഈ തരത്തിൽ ചട്ടവിരുദ്ധമായി ട്രാക്ടർ ഓടിച്ചു പോകുന്ന ഡ്രൈവർക്കെതിരെ മാത്രം FIR ഇടുമ്പോൾ അത് ആരുടെ പിഴവാണ്, ആരുടെ കുറ്റമായിട്ടാണ് അങ്ങയുടെ മനസ്സിലാക്കൽ? അല്ല, സ്മൃതിക്കറിയാമല്ലോ, തീർച്ചയായിട്ടും മേലുദ്യോഗസ്ഥന്മാരുടെക്കെതിരെ ഒരു FIR ഇടാനുള്ള താഴേക്കിടയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഭയമായിരിക്കും അങ്ങനെ ചെയ്ത്. അത് സർക്കാർ തിരുത്തുമില്ലെന്നുള്ള അറിഞ്ഞിട്ട് പോരെ നിങ്ങളിങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട്. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. FIR ആദ്യം ഇടുന്നു. ആ FIR ഇടുമ്പോൾ ട്രാക്ടർ ഡ്രൈവർക്കെതിരെ മാത്രം അയാൾ മാത്രമാണ് അതിൽ പ്രതിയാക്കപ്പെടുന്നത്. കോടതിയിൽ നിന്നാകട്ടെ മുഴുവൻ വിമർശനവും വന്നിരിക്കുന്നത് MR അജിത് കുമാറിനെതിരെയാണ്. അപ്പോൾ ഇനി അതിൽ തിരുത്തൽ, ഒരു നടപടിയെടുക്കൽ പിന്നെ തിരുത്തൽ, അതാണോ രീതി? അല്ല, അതിപ്പോ മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞിട്ടോ അല്ല ആഭ്യന്തര വകുപ്പ് വിളിച്ചു പറഞ്ഞിട്ടോ ആണോ അങ്ങനെ ചെയ്തെന്ന്? അല്ല, ആര് വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയാണ് അജിത് കുമാറിന് മാത്രം ഈ സംരക്ഷണവും അജിത് കുമാറിന് മാത്രം ഒരു പ്രത്യേക പരിഗണനയും കിട്ടുന്നത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, എനിക്ക് ആ ചോദ്യം മനസ്സിലാകുന്നില്ല. അജിത് കുമാറിന് മാത്രമായിട്ടൊരു പരിഗണന എവിടുന്ന് കൊടുത്തു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തുനിന്ന് മുഖ്യമന്ത്രി മാറ്റുന്നില്ല. 3 ലെയർ അന്വേഷണം നടത്തി. DGP അന്വേഷണം നടത്തി. അതുപോലെ തന്നെ ADGP ആയിരുന്നു മനോജ് അബ്രഹാം അന്വേഷണം നടത്തി. മനോജ് അബ്രഹാമിന്റെ അന്വേഷണത്തിൽ ആദ്യം തന്നെ റിപ്പോർട്ട് കൊടുത്തു. അദ്ദേഹം അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ പ്രത്യേക നടപടികളും ഏത് കാലത്ത് തുടങ്ങിയിട്ടുണ്ട്? അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായി ചുമതലയേൽക്കുന്ന 2022 ഏപ്രിൽ 22 ശേഷം എന്തൊക്കെ സംഭവങ്ങളുണ്ടായി? അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ ആയിരിക്കെയല്ലേ ഇപ്പോൾ PS സരിത്തിനെ തനിക്ക് യാതൊരു ചാർജുമില്ലാത്തൊരു കാര്യത്തിൽ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയത്? ഓർക്കുന്നില്ലേ? അതിനുശേഷം അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റുന്നു. അത് ഈ 1.5 മാസത്തിന് ശേഷം, ചാർജ് എടുത്ത് 1.5 മാസത്തിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് പ്രത്യേക ചുമതല അദ്ദേഹത്തിന് വേറൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന പ്രത്യേക പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ അദ്ദേഹത്തെ ഇരുത്തുകയാണ്. അത് കഴിഞ്ഞിട്ടോ അദ്ദേഹത്തെ വീണ്ടും ലോ ആൻഡ് ഓർഡറിന്റെ ADGP ആയി ചുമതല ഏൽപ്പിക്കുന്നു. അപ്പോൾ ചുമതലകൾ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒന്നിനൊന്ന് മുകളിലേക്ക് കയറ്റുന്ന രീതിയിലാണ് എല്ലാ നടപടിയും ഉണ്ടായിട്ടുള്ളത് ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷം. അപ്പോൾ ഇനി ട്രാക്ടറിൽ പോയതിനു ശേഷം ഇനി എങ്ങോട്ടാണ് കയറ്റമെന്നാണ് നോക്കേണ്ടത്. ശ്രീ PV അൻവർ, കേൾക്കാമോ? ശ്രീ PV അൻവർ, MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ആദ്യമായി ആരോപണമുയർത്തി താങ്കൾ ശക്തമായി വാർത്താസമ്മേളനം നടത്തി രംഗത്ത് വന്നതാണ്. ഇപ്പോൾ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ നമ്മൾ എത്തുകയാണ്. ഏറ്റവും ഒടുവിൽ ശബരിമലയിലേക്ക് ചട്ടവിരുദ്ധമായി ട്രാക്ടറിൽ കയറി പ്രാർത്ഥിക്കാൻ പോയി എന്നുള്ളതാണ്. അവിടേക്ക് ചരക്ക് മാത്രം കൊണ്ടുപോകേണ്ട ട്രാക്ടറാണ്. അതിൽ MR അജിത് കുമാറിനെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ കയറിപ്പോയി. അതിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് വയ്യ എങ്കിൽ നിങ്ങൾക്ക് ആംബുലൻസ് ഉപയോഗിച്ചുകൂടായിരുന്നോ എന്ന ചോദ്യം അടക്കം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ FIR, താങ്കളും ആ വാർത്ത വായിച്ചിരിക്കുമല്ലോ, FIR-ൽ ട്രാക്ടർ ഡ്രൈവർ മാത്രമാണ് പ്രതി. അല്ല, ഇതൊക്കെ കേട്ടുകേൾവിയില്ലാത്ത ചില കാര്യങ്ങളാണ്. ഒന്നാമത്, ശബരിമല പോലത്തെ ഒരു വളരെ പുണ്യസ്ഥലത്ത് ഒരു നൊട്ടോറിയസ് ക്രിമിനലായ ഇദ്ദേഹം പോയത് ശരിയാണോ എന്നുള്ളത് വിശ്വാസി സമൂഹം ആലോചിക്കേണ്ട വിഷയമാണ്. ആ പോയ രീതി, അതും നിയമവിരുദ്ധമായിട്ട് നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ കേരളത്തിൻ്റെ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണ് MR അജിത് കുമാർ ഇപ്പോഴും. അപ്പോൾ ഞാൻ തുടക്കം മുതലേ പറഞ്ഞു വരുന്ന കാര്യം, ഇദ്ദേഹത്തിൻ്റെ ക്രിമിനൽ സ്വഭാവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ സ്വഭാവം അദ്ദേഹം തന്നെ കേരള സമൂഹത്തിന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഇവിടെ MR അജിത് കുമാറല്ല ഈ വിഷയക്കാരൻ. ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ പറയുന്ന ഇപ്പം ഏറ്റവും അവസാനമായി പൂരം കലക്കലിൽ അദ്ദേഹം കൃത്യമായും ഇടപെട്ടിട്ടുണ്ടെന്നും അതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വളരെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് ഗവൺമെൻറ്റിന് മുന്നിൽ വന്നിരിക്കുന്നത്. സ്മൃതി, ഈ റിപ്പോർട്ട് ഇതിന് മുമ്പ് വന്നതാണ്. 4 മാസങ്ങൾക്ക് മുമ്പ് DGP
കേരള സ്റ്റേറ്റ് പോലീസ് ചീഫ് ഒരു റിപ്പോർട്ട് കൊടുത്താണ് ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ നമ്മുടെ ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ മുഖ്യമന്ത്രി മറ്റൊരു ഓർഡർ ഇടുകയാണ്. 3 IPS ഓഫീസർമാർക്ക് അന്ന് കൊടുത്ത റിപ്പോർട്ടിൻ്റെ മുകളിലുള്ള 3 സെക്ഷനായി തിരിച്ച് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. ആ അന്വേഷണ റിപ്പോർട്ടിലും ഇപ്പോൾ അദ്ദേഹം കുറ്റക്കാരൻ തന്നെയാണ് എന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അത് ആഭ്യന്തര സെക്രട്ടറിയുടെ ഫയലിൽ മേശപ്പുറത്തെത്തിയിരിക്കുന്നു. ഇവിടുത്തെ ചോദ്യം ഇനി മുഖ്യമന്ത്രി എന്ത് ചെയ്യും എന്നതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പോലീസ് നമുക്കറിയാം, സംസ്ഥാനത്ത് തന്നെ രാജ്യത്ത് തന്നെ നല്ല പേരുള്ള, നല്ല എന്താ പറയുക, വൃത്തിയും വെടിപ്പുമുള്ള, നല്ല അന്വേഷണാത്മകമായ നിലപാടുകളുള്ള, അറിവുള്ള പോലീസാണ് കേരളത്തിൽ. ആ പോലീസിനെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിരന്തരമായിട്ട് അപഖ്യാതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയ ഈ വ്യക്തിയെ എന്തിനാണ് ഇങ്ങനെ മുഖ്യമന്ത്രി ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തുന്നത് എന്നതാണ് കേരളത്തിലെ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തെ പോറ്റുമകനായിട്ടാണ് മുഖ്യമന്ത്രി കാണുന്നത്. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും അതിശയോക്തിയായിട്ട് അന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. അജിത് കുമാറിൻ്റെ ഒരു രോമത്തിൽ തൊടാൻ ഒരു നിലക്കും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ അന്വേഷണം നടക്കുന്ന ഓഫീസർമാർക്കോ സാധിക്കില്ല. ഞാൻ നൽകിയ പരാതി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ സ്മൃതി. ഞാൻ നൽകിയ പരാതിയിൽ ആ പരാതി അന്വേഷിക്കാൻ ഉത്തരവിട്ടതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കിയതിൻ്റെ 3ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് പൊതുവായിട്ട് പറഞ്ഞത് PV അൻവർ നൽകിയ പരാതിയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അദ്ദേഹം നൽകിയ എല്ലാ പരാതികളും ഞാൻ അവജ്ഞയോടുകൂടി തള്ളുകയാണ്. മുഖ്യമന്ത്രി പൊതുസമൂഹത്തോട് പറയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ? ADGP അജിത് കുമാർ, എൻ്റെ അറിവിൽ അദ്ദേഹം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്, ഏതായാലും പോലീസ് അന്വേഷിക്കട്ടെ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മുഖ്യമന്ത്രി ക്ലീൻ ചീറ്റ് അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ഈ അജിത് കുമാറിന് പബ്ലിക്കായിട്ട് ഈ 3.5 കോടി ജനങ്ങളുടെ മുന്നിൽ, സകലമാന പോലീസ് ഓഫീസർമാരുടെ മുന്നിൽ അദ്ദേഹം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ അനുഭവം അതാണ്. ഇനി പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇത് ഈ കേരളത്തിലല്ലാതെ വേറെ വല്ല സ്ഥലത്തും നടക്കുമോ? അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ DGP പോസ്റ്റിലേക്ക് ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്ത് അദ്ദേഹത്തെ അയച്ചു. ഏത് രീതിയിൽ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്? എത്ര കാര്യക്ഷമതയുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്? ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ തന്നെ വീണ്ടും അയക്കാൻ എന്താണ് പിണറായിക്ക് ഈ താല്പര്യം? എന്താണ് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു നിൽക്കുന്നത്? എന്നിട്ട് ഇത് രേഖപ്പെടുത്തേണ്ട അല്ലെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് ഇവരെ അയച്ചിട്ട്, ഞാൻ അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ നേതാക്കളോടും ഞാൻ പറഞ്ഞ ശക്തമായി ഇതിനെ എതിർക്കണമെന്ന് പറഞ്ഞതാണ്. ഒരാളും എതിർക്കാൻ വന്നില്ല. ഞാൻ 16ഓളം കത്തുകളും മെയിലുകളും ഈ കേന്ദ്ര ഏജൻസി സെലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പാകെ അയച്ചു. ഇദ്ദേഹം ക്രിമിനലാണ്, ഇന്ന കേസുകളുണ്ട്, ഇത്രയും പരാതി ഞാൻ നൽകിയിട്ടുണ്ട്, ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ആ അന്വേഷണ ഏജൻസി പുറത്തിട്ടിരിക്കുകയാണ്, ഞാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. എന്തെല്ലാം പോരാട്ടം നടത്തിയിട്ടാണ് ഇദ്ദേഹം പുറത്തു വന്നത്. എന്നിട്ട് ഇപ്പോഴെന്താ സ്ഥിതി? ഇപ്പോഴും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആരാ ഭരിക്കുന്നത്? പ്രഭദ ചന്ദ്രശേഖരന് എന്ത് ചെയ്യാൻ കഴിയും കേരളത്തിൽ? അവിടെ പോലീസ് ഭരിക്കുന്നത് ഇപ്പോഴും MR അജിത് കുമാർ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ? നിങ്ങളത് നോക്കൂ. കേരളത്തിലെ മുഴുവൻ വാർത്താ ചാനലുകളും ഈ കാര്യം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ട്രാക്ടർ യാത്ര റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ FIR ഇട്ടിരിക്കുന്നു ഹൈക്കോടതി ഇടപെട്ടപ്പോൾ. ഇന്നലെ അർദ്ധരാത്രിയാണ് ഓടിച്ച ഡ്രൈവറുടെ 10:59 FIR തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു FIR ആണോ സംശയിക്കേണ്ടിയിരിക്കുന്നു. വാട്ട് എവർ ഇറ്റ് മേ ബി എന്താ അതിലെ കുറ്റം? ആ ട്രാക്ടർ ഡ്രൈവർ ഓടിച്ചു എന്നോ? അതിൽ ആളുകളെ കയറ്റി പോകരുത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശം അറിവില്ലാത്ത ആളല്ലല്ലോ MR അജിത് കുമാർ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് വണ്ടിയിൽ കയറുന്നു, ക്യാമറ ഉള്ള സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഇറങ്ങി നിൽക്കുന്നു. അപ്പോൾ ഒരു ക്രിമിനൽ, എല്ലാ നിലക്കുമുള്ള ക്രിമിനലിസം, എയർപോർട്ടിൽ നടന്നതും റിദാൻ ബാസിൽ കേസും മാമി തിരോധാനം വല്ല അഡ്രസ്സും ഉണ്ടോ? കോടികളുടെ സ്വത്ത് സമ്പാദിക്കുന്നു. MA യൂസുഫ് അലി വീട് വെക്കുന്നതിന് തൊട്ട അയൽവക്കത്ത് വീട് വെക്കാൻ രവി പിള്ളയ്ക്ക് കഴിയുമെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ കേരളത്തിലെ ഒരു ADGP, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബിസിനസ്മാനായ MA യൂസുഫ് അലി സാഹിബിൻ്റെ വീടിൻ്റെ പരിസരത്ത് അതിന് അഡ്ജസൻ്റായിക്ക് ഭൂമി വാങ്ങി കൊട്ടാരം പണിയാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കഴിയുമെങ്കിൽ ഇത് വളരെ വ്യക്തമല്ലേ? ഇതിൻ്റെ പിന്നിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ താല്പര്യം?
എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് താല്പര്യം? ശരി. ഇതറിയാനാണ് കേരളത്തിലെ ജനത. ഈ റിപ്പോർട്ടിന്റെ മുകളിൽ അദ്ദേഹം മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുന്നു നമുക്ക് കാണാം. ഇനി ഒരു നിലപാട് സ്വീകരിക്കാനില്ല. അദ്ദേഹത്തിനെതിരെ നടപടി അതെ. ഷാഫി ചാലിയം, തിങ്കളാഴ്ച കോടതിയിൽ ഇതിൽ അന്തിമ നിലപാട്, സർക്കാരിന്റെ നിലപാട് അറിയിക്കണം. കോടതി ഇപ്പോൾ പരിശോധിച്ചതിൽ CCTV ദൃശ്യങ്ങൾ അടക്കമുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ ട്രാക്ടർ ഓടിക്കുന്ന ഡ്രൈവർ മാത്രമല്ലല്ലോ പതിഞ്ഞിരിക്കുന്നത്, അതിൽ പുറപ്പെട്ടു പോയിരിക്കുന്ന ADGP കൂടിയുണ്ടല്ലോ. അപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി പതിഞ്ഞിട്ടുണ്ട്. ADGPയുമായി ബന്ധപ്പെട്ടാണ് കോടതി രൂക്ഷ വിമർശനങ്ങളും നടത്തിയത്. ഉത്തരവാദപ്പെട്ട കോടതി ഉത്തരവ് ലംഘിച്ച് അങ്ങനെ ഒരു യാത്ര നടത്തിയതിനെക്കുറിച്ച് ADGPക്കെതിരെയാണ് അതിൽ വിമർശനം മുഴുവൻ. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള FIR അത് കോടതി അംഗീകരിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. ഇനി പൂരവുമായി ബന്ധപ്പെട്ടും അന്തിമ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിൽ MR അജിത് കുമാറിന് വീഴ്ചയുണ്ട് എന്നുള്ള റിപ്പോർട്ട് കോടതി മുഖ്യമന്ത്രി മുമ്പാകെ എത്തുകയാണ്. മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇതിൽ PV അൻവർ പറഞ്ഞതുപോലെ അൻവർ ഉയർത്തുന്നത് പോലെ ശബ്ദം ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ടോ? 16 പരാതി കത്തുകൾ ഡൽഹിയിലേക്ക് അയച്ചു, നിങ്ങൾ അതിൽ എന്തു ചെയ്തു എന്നുള്ള ചോദ്യവും ഉയരുന്നു. അതെ. അതായത് സാധാരണ ഈ CCTVയെ വെട്ടിച്ച് യാത്ര ചെയ്യുന്നത് ആരാണ്? കള്ളന്മാരാണ്, മോഷ്ടാക്കളാണ്, അല്ലേ? എന്നാൽ മോഷ്ടാക്കൾക്ക് തുല്യമായിട്ടാണ് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ശബരിമലയ്ക്ക് പോയത്. ശബരിമല, മലയാറ്റൂർ മലകയറ്റം, അതൊക്കെ ഒരു സാക്രിഫൈസായി ചെയ്യുന്ന ഒരു ആരാധനാ രീതികളാണ്. ത്യാഗമാണ് അതിൻ്റെ ഏറ്റവും വലിയ കോൺസെപ്റ്റ്. ത്യജിക്കലാണ്, വർജിക്കലാണ്. നമുക്കറിയാം, കല്ലും മുള്ളൊക്കെ ചവിട്ടിയിട്ടാണ് അയ്യപ്പ ഭക്തന്മാർ അവിടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ മലയാറ്റൂർ മലകയറ്റവും അങ്ങനെ തന്നെയാണ്. അതൊരു ആചാരമാണ്. അവിടെയാണ് ഇദ്ദേഹം നിയമവാഴ്ചയെ കാറ്റിൽ പറത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് CCTVയെ വെട്ടിച്ചുകൊണ്ട് പോലീസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ട്രാക്ടർ, ആ ട്രാക്ടറിലാണ് ഇയാൾ. DGPയുടെ ഉടമസ്ഥത 3 പേരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരേ വന്നിട്ടുള്ളൂ. അതെ, പോലീസ് മേധാവിയാണ് ഉടമസ്ഥൻ. ഇപ്പോൾ അനധികൃതമായി മണൽ കയറ്റി ഒരു ടിപ്പർ ലോറി പോയാൽ ആരുടെ പേരിലെ കേസ്? ഡ്രൈവർ പേരിലാണോ? വാഹന ഉടമസ്ഥൻ്റെ പേരിലാണ് എടുക്കേണ്ടത്. ഇവിടെ ഈ ട്രാക്ടറിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ഈ രാജ്യത്തെ നമ്മുടെ സ്റ്റേറ്റിലെ DGP. ആ DGPക്കെതിരെ എടുക്കണം. ഒരു സാധാരണ കോൺസ്റ്റബിൾ, ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു റൈറ്റർ സംസ്ഥാനത്തെ DGPക്കെതിരെ കേസെടുക്കാൻ കഴിയുമോ? നിയമം അങ്ങനെയാണെങ്കിലും കേസെടുക്കാൻ കഴിയില്ല. കാരണം ഭയമാണ്. മാത്രമല്ല, ഈ ഡ്രൈവറെ പേരറിയില്ല അത്രേ, ഈ ഡ്രൈവറെ അഡ്രസ്സും അറിയില്ല. ഈ പമ്പ പോലീസ് സ്റ്റേഷൻ്റെ സ്ഥിതി നോക്കണം നിങ്ങൾ. പോലീസിൻ്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടർ ഓടിക്കുന്ന ഡ്രൈവറുടെ പേര് പോലീസിന് അറിയില്ല. ആ ഡ്രൈവർ അഡ്രസ്സും പോലീസിന് അറിയില്ല. കേരളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേട്ടിരുന്നു. ഇതൊക്കെ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒറീസയിൽ നിന്നൊക്കെയാണ് ഇത്തരത്തൊക്കെ കേൾക്കാറ്. ഏറ്റവും കുറ്റമറ്റ ഏറ്റവും നല്ലൊരു പോലീസ് സേന, ആ പോലീസ് സേനയിൽ നിന്ന് കേൾക്കുന്ന ഇത്തരത്തിലുള്ള ചീത്ത വാർത്തകൾ മലയാളി നാണം കൊണ്ട് തലകുനിക്കണ്ടേ? ആലോചിക്കും നിങ്ങൾ. ഇവിടെ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് റെജി ലൂക്കോസ്, നിങ്ങൾക്ക് AKG സെൻറ്ററിൽ നിന്ന് CPMൻ്റെ പ്രതിനിധിയിൽ നിന്ന് കിട്ടിയില്ല എന്നൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഈ പാവർ റെജി ലൂക്കോസിനെ പോലുള്ള ആളുകൾ ഒന്നും ഇരിക്കുന്നത്. എന്താ CPMൻ്റെ പ്രതിയെ തരാത്ത? ഇതിലൊന്നും പറയാനില്ല, ഒന്നും പറയാൻ അവർക്ക് കഴിയില്ല. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ മിസ്റ്റർ അൻവർ പറഞ്ഞതുപോലെ നൊട്ടോറിയസ് ക്രിമിനലൊന്നും ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ, പോലീസ് മേധാവികളെ ഞങ്ങൾ അങ്ങനെയൊന്നും വിളിക്കാറില്ല. പക്ഷെ അതേ സമയത്ത് ഇവിടെ നിങ്ങൾ ഒറ്റ വാക്ക് ചോദ്യത്തിൻ്റെ അവസാനം വെച്ചു. നിങ്ങളെ പ്രതിപക്ഷം എന്താണ്? ഞാനും പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഈ മിസ്റ്റർ അൻവർ ഈ DGPക്ക് നേരെ, ഈ ADGPക്ക് നേരെ വലിയ വിവാദമുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നതിൻ്റെ 1.5 വർഷം മുമ്പ് എലത്തൂർ ട്രെയിൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ വളരെ കൃത്യമായി ഞാൻ ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു മടിയും ഒരു പേടിയും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യൻ വളരെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്. ആ കേസ് എവിടുന്നാണ് ഷഹീൻ ബാഗിൽ നിന്നാണ് ഈ കുട്ടി വന്നതെന്നും ഈ ഷഹീൻ ബാഗ് എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി ഇത് പറയുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പാണ് വത്സൻ തില്ലങ്കേരി വന്ന് എന്ത് പറയുന്നത്? ഈ പ്രതി വരുന്നത് ഷഹീൻ ബാഗിൽ നിന്നാണ്. ഷഹീൻ ബാഗ് എന്ന് പറഞ്ഞാൽ
ഭീകരവാദികളെ വിരിയിപ്പിച്ചെടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാച്ചറിയാണ്. ഇത് പറഞ്ഞ് ഈ വത്സന്തില്ലങ്കേരിയാണ്ട് മാറി അരമണിക്കൂറിനുള്ളിൽ ഇദ്ദേഹം വന്ന് ഇതേ ന്യായീകരണം ആവർത്തിക്കുകയാണ്. മനസ്സിലാക്കണം എന്താ ആ കേസ്, നിങ്ങൾ ആലോചിക്കണം എവിടെ എത്തി എന്നുള്ള അറിയോ. അതേപോലെ തന്നെ 8 പേരെ കൊന്ന കളമശ്ശേരി സ്ഫോടനം ആലോചിച്ച് നോക്കി നിങ്ങൾ. അതിൻ്റെ ചുമതലയാക്കാം എവിടെ എത്തി, എന്തെങ്കിലും അതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ടോ? അതിൻ്റെ പേരും പറഞ്ഞ് ഇവിടുത്തെ വാഗമണിലെ സിമി കേസ് അതിലെ കോടതി മുഴുവൻ ചുരുട്ടിക്കയറ്റി തള്ളിക്കളഞ്ഞ കള്ളത്തരമാണ് എഴുതി വെച്ച്. ഇതിനേക്കാളും നല്ലത് വല്ല അമർചിത്ര കഥ എഴുതുകയാണ് നിങ്ങൾക്ക് നല്ലതെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് വാഗമൺ സിമി കേസുമായി ബന്ധപ്പെട്ട് അത് മാനിപ്പുലേറ്റഡ് ആയ ഒരു കേസാണെന്ന് പറഞ്ഞ് തള്ളിയതാണ്. എത്രയോ കാലം ജീവിതം ഹോമിക്കപ്പെട്ട ആ യുവാക്കൾ ഈ കളമശ്ശേരി സ്ഫോടനമായപ്പം ഈ ADGP നേരെ പോലീസുകാരെ വിട്ടത് എവിടുക്കാറ് നിങ്ങൾ? ഈ വാഗമണിൽ കോടതി വിട്ടയച്ച പ്രതികളെയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭീകരവാദി ചാപ്പ കുത്തി അവരെ നിർത്തി. ആലോചിക്കണേ നിങ്ങളെ. എന്നിട്ട് അത് എവിടെയെങ്കിലും എത്തിയോ? എവിടെയാണ് ഇതൊരു? അതേപോലെ തന്നെ പൂരം കലക്കൽ വിഷയം ഇവിടെ പറയുകയുണ്ടായി. പൂരം കലക്കലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് റെജി ലൂക്കോസ് എനിക്ക് മറുപടി തരണം. മോട്ടോർ വാഹന ചട്ടമുണ്ട്. ആ ചട്ടം ഇവിടെ ഇപ്പോൾ ട്രാക്ടറിൽ ആളെ കൊണ്ടുപോകാൻ പാടില്ല. 12 വർഷം മുമ്പുള്ള ഹൈക്കോടതിൻ്റെ വിധിയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തുള്ളൊരു ശക്തമായ നിയമമാണ് രോഗികളെയും മൃതദേഹങ്ങളെയും മാത്രമാണ് ആംബുലൻസിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ. രോഗികളില്ലാതെ പോകുന്ന മൃതദേഹമില്ലാതെ പോകുന്ന ആംബുലൻസിന് ബീക്കൺ ലൈറ്റും സൈറണും മുഴക്കാൻ പാടില്ല. ഇതൊക്കെ മോട്ടോർ വാഹന വകുപ്പ് ചട്ടങ്ങളിലുള്ള. എന്നാൽ തൃശ്ശൂർ പൂരം കലക്കാൻ ഈ BJPൻ്റെ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ വന്നത് നമ്മൾ ടെലിവിഷനിൽ നേരിട്ട് കണ്ടതാണ്. ബീക്കൺ ലൈറ്റും സൈറണും മുഴക്കിയ ആംബുലൻസിലാണ് ഒരു അസുഖമില്ലാത്ത ഈ മനുഷ്യന്മാർ ഇവരൊക്കെ പാടെ സുരേഷ് ഗോപി ടീം വന്നിറങ്ങിയത്. സത്യത്തിൽ ചട്ടലംഘനത്തിന് ആ ആംബുലൻസ് പിടിച്ചെടുക്കണ്ടേ? ആ ആംബുലൻസിൻ്റെ ഉടമസ്ഥർക്ക് കേസ് വേണ്ടേ? ഈ നിമിഷം വരെ പൂരം കലക്കൽ കഴിഞ്ഞിട്ട് കാലം എത്രയായി? എന്തെങ്കിലും ഒരു കേസെടുത്തോ? ഇല്ല, എടുക്കില്ല. കാരണം ഇവിടെ നിയമവാഴ്ച നാട്ടിൽ തകർന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല? അജിത് കുമാറിന് എന്തുകൊണ്ട് സംരക്ഷണം എന്നുള്ളതാണ് അറിയേണ്ടത്. ശ്രീ സജീവൻ, പോലീസിന്റെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ട്രാക്ടറിൽ MR അജിത് കുമാർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും യാത്ര ചെയ്തത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. 12, 13 തീയതികളിൽ ഈ യാത്ര നടത്തി. അതിന്റെ ദൃശ്യങ്ങളടക്കം കോടതിയുടെ മുൻപിലുണ്ട്. എന്നിട്ടും ഈ കേസ് എടുക്കുന്നത് രാത്രി വൈകിയെടുത്ത കേസ്, ആ കേസിൽ MR അജിത് കുമാർ എന്ന പേരെ ഒഴിവാക്കിക്കൊണ്ടുള്ള FIRനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇതുവരെ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് കൃത്യമായി ലഭിച്ചിരിക്കുന്ന സർക്കാരിന്റെ സംരക്ഷണം അതെന്തുകൊണ്ടാണ്? അത് അൻവർ ഉന്നയിക്കുന്ന ആരോപണം തന്നെയാണോ അതിൽ തെളിഞ്ഞു വരുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു തുടങ്ങേണ്ടത് വളരെ മോശപ്പെട്ട ഒരു വിശേഷണം വെച്ചുകൊണ്ടാണ്. പക്ഷേ നാവിൻ തുമ്പിൽ ആ വാക്കുകൾ ഉണ്ടെങ്കിലും ഞാനത് പറയുന്നില്ല. അങ്ങേയറ്റത്തെ വൃത്തികേടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നതെന്ന് മാന്യമായിട്ട് പറയാം. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ അജിത് കുമാർ അദ്ദേഹം ശബരിമലയിൽ പോയില്ലെങ്കിൽ അയ്യപ്പന് സംരക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തെ അവിടേക്ക് ആരും ക്ഷണിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം അവിടെ എത്തിയില്ലെങ്കിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടാകുമെങ്കിൽ അദ്ദേഹം എങ്ങനെയെങ്കിലും ട്രാക്ടറിലോ ഇനി വിമാനത്തിലോ അവിടെ എത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ തീർത്തും ആവശ്യമില്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം ഇങ്ങനെ നിയമം ലംഘിച്ചുകൊണ്ട് അവിടേക്ക് പോയിട്ടുള്ളത്. ആവശ്യപ്രകാരം പോയതാണ്, അങ്ങനെ ഉത്തരവാദിത്വത്തിൽ പോയതല്ല. ശ്രീ സജീവൻ, അവിടെ നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾ, ആ ചടങ്ങുകളിൽ സംബന്ധിക്കാനാണ് പോയത്. എളുപ്പ വഴിയിലൂടെ പോവുക എന്ന ഉദ്ദേശത്തിൽ തന്നെ പോയതാണ്. അദ്ദേഹം പോകുമ്പോൾ അതിന്റെ ഗൗരവം ഒന്നുകൂടി കൂടുന്നില്ലേ എന്നൊരു ചോദ്യം കൂടിയും. കാരണം ശബരിമലയുടെ ചുമതല കൂടി ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തിന് കൃത്യമായി ചട്ടം അറിയാഞ്ഞിട്ടല്ല. സ്മൃതി അതറിയാം. ഈ അദ്ദേഹം പോയിട്ടുള്ള സ്വന്തം താല്പര്യത്തിന് സ്വന്തം ആവശ്യത്തിനാണ് പോയതെന്നറിയാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരാൾ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ശബരിമലയിലേക്ക് പോകുന്ന ഒരാൾ, ശബരിമല ദർശനത്തിന് പോകുന്ന ഒരാൾ, എന്താ പൂജയ്ക്കാണെങ്കിലും പോകുന്ന ഒരാൾ, അദ്ദേഹം പോകേണ്ടത് ശബരിമലയിലേക്കുള്ള പോക്കിൻ്റെ ഒരു സംവിധാനമുണ്ട്. നമുക്കറിയാം ഇദ്ദേഹത്തെക്കാൾ എത്രയോ വലിയ ആളാണല്ലോ K കരുണാകരൻ. അദ്ദേഹം കാറപകടത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതിന് ശേഷവും ശബരിമലയിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് അതിന് മുമ്പ് അദ്ദേഹം നടന്നു പോവുകയാണ് ചെയ്യാറുള്ളത്, മല കയറി പോവുകയാണ്
പിന്നീട് അദ്ദേഹം ഡോളിയിലാണ് പോകാറുള്ളത്. അങ്ങനെ പോകാനുള്ള സംവിധാനം ഇദ്ദേഹത്തിനുമുണ്ട്. തീരെ അവശനാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പോകാം. അതല്ലാതെ ഒരിക്കൽ പോലും ആളുകളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കരുത് എന്ന് കോടതി വിലക്കിയിട്ടുള്ള ഒരു കാര്യം, ട്രാക്ടറിൽ പോകാൻ പാടില്ല എന്ന് വിലക്കിയിട്ടും അദ്ദേഹം അങ്ങനെ പോകുന്നു മാത്രമല്ല, നേരത്തെ ഇവിടെ ഷാഫി ചാലിയൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇതൊന്നും അറിയാനിട്ടില്ല. ഈ CCTV ക്യാമറയുടെ ദൃശ്യത്തിൽ പെടാതിരിക്കാൻ കുറേ ദൂരം നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത CCTV ദൃശ്യത്തിന്റെ അപ്പുറത്തേക്ക് ഞാൻ താങ്കളിലേക്ക് തന്നെ വരാൻ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നുകൊണ്ടാണ്. ഒരു നിമിഷം ശ്രീ എസ് സജീവൻ, താങ്കൾക്ക് പറയുന്നത് തുടരാം. താങ്കൾ ഇപ്പോൾ MR അജിത് കുമാർ ചെയ്തത് വൃത്തികേടായി പോയി എന്ന് പറയുന്നു. പക്ഷേ ആ വൃത്തികേട് തുടരെ പല കാര്യങ്ങളിലായി നടത്താൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ് ഈ സംവിധാനങ്ങൾ അദ്ദേഹത്തിന് സഹായിക്കുന്നത്? MR അജിത് കുമാർ ചെയ്ത് വൃത്തികേടെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഇപ്പോൾ സംരക്ഷിക്കുന്ന നടപടിയുണ്ടല്ലോ, ആ പോലീസ് ചെയ്താലും ഭരണകൂടം ചെയ്താലും അതും വൃത്തികേട്. രണ്ടിനെയും ചേർത്താണ് ഞാൻ വൃത്തികേട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം. ഇപ്പം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറയുന്ന ആളുകൾ പലരും പറയുന്നത് അജിത് കുമാറിനെതിരെ എന്തെല്ലാം കേസുകളുണ്ടായിരുന്നു, എന്തെല്ലാം ആരോപണങ്ങളുണ്ടായിരുന്നു, അതെല്ലാം അന്വേഷണത്തിൽ തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ എന്നാണ്. നമുക്കറിയാം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ, പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ രണ്ടിനും ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ എളുപ്പമാണ്. കാരണം ഒരാളെ കൊടുക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട് കൊടുക്കാം. ഇദ്ദേഹം തന്നെ, അജിത് കുമാർ തന്നെ ഇടപെട്ടൊരു കേസാണല്ലോ നമ്മൾ ഈ എലത്തൂരുള്ള തീ വെച്ച കേസ്. ട്രെയിനിൽ തീ വെച്ച ആ സംഭവത്തിൽ അതിലെ പ്രതികളെ പിടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ അവിടെ പോയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തു. അതിൻ്റെ പേരിൽ ഇതേ റാങ്കിലുള്ള ADGP റാങ്കിലുള്ള വിജയനെ എത്ര കാലം സസ്പെൻഡ് ചെയ്തു? അദ്ദേഹം എന്തായതുള്ളത്? മാധ്യമപ്രവർത്തകരെ വിളിച്ചു കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ പ്രതിയെ സംരക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഒരാളെ കൊടുക്കണമെങ്കിലും ഒരാളെ രക്ഷിക്കണമെങ്കിലും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അജിത് കുമാറിനെതിരെ നടന്നുള്ള ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളെല്ലാം അത് വളരെ ശുദ്ധമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴും ഇവിടെ പോലും നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ് നടന്നുകൊണ്ടിരിക്കും. ഈ പാവം ട്രാക്ടർ ഓടിച്ച അയാളെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. അജിത് കുമാർ വളരെ ശുദ്ധനാണ് എന്ന ഒരു റിപ്പോർട്ടിലേക്ക് അവസാനം കാര്യങ്ങൾ എത്താനാണ് വളരെ സാധ്യത. ശരി, PV അൻവർ, ഇപ്പോൾ കോടതിയിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകണം. കോടതി ഈ റിപ്പോർട്ട്, ഈ പറയുന്ന ഡ്രൈവർക്കെതിരെ മാത്രം കേസെടുത്തിരിക്കുന്ന കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ കോടതി അത് അംഗീകരിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, കോടതിയെ സംബന്ധിച്ച് എല്ലാത്തിനും പരിമിതികളുണ്ടല്ലോ. പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ കോടതികൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കോടതിക്ക് നേരിട്ട് വന്ന് അന്വേഷണം നടത്താൻ കഴിയാത്ത നിയമപരിമിതിയുള്ള നാടാണല്ലോ നമ്മുടെ നാട്. അതാണല്ലോ പരമാവധി. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ജുഡീഷ്യറിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഏത് ഏജൻസിയാണോ അന്വേഷിക്കുന്നത് ആ അന്വേഷണ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് കോടതിക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അതുപോലെ കമ്മീഷണറുടെ റിപ്പോർട്ടാണ് അവിടെ കോടതിയുടെ മുന്നിലുള്ളത്. ശ്രീ PV അൻവർ, ആ റിപ്പോർട്ടിലാണ് MR അജിത് കുമാറിനെതിരെ പരാമർശമുള്ളത്. മാത്രമല്ല, ഒരു ട്രാക്ടർ ഓടിക്കുന്ന ഡ്രൈവർ ട്രാക്ടറിലേക്ക് ഇങ്ങനെ ആളുകളെ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു എന്ന് കോടതി അങ്ങ് വിശ്വസിക്കുകയാണ് എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയല്ലല്ലോ. അവിടെ ചട്ടം ലംഘിച്ച് യാത്ര നടത്തിയിരിക്കുന്ന ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ്. തീർച്ചയായിട്ടും അവിടെയുള്ള വിഷയം വരുന്നത്, ഇപ്പോൾ കമ്മീഷണർ കൊടുത്ത, ദേവസ്വം കമ്മീഷണർ കൊടുത്ത പരാതിയോ അല്ലെങ്കിൽ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിലോ പറയുന്ന കാര്യങ്ങൾ കമ്മീഷണറുടെ കയ്യിൽ ഇദ്ദേഹം യാത്ര ചെയ്യുന്ന വീഡിയോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, കോടതിക്ക് അതിന് നമ്മൾ തീരുമാനം എടുക്കാം. അല്ലെങ്കിൽ കോടതിക്ക് ഈ പറയുന്ന ഫുട്ടേജുകൾ എത്തിക്കാൻ വേണ്ടി പറയാനേ സാധിക്കുള്ളൂ. ആ ഫുട്ടേജുകൾ എത്തിക്കുന്ന പോലീസാരാ? ഈ അജിത് കുമാറിൻ്റെ പോലീസാണ്. അവരതിലെന്ത് മാനിപ്പുലേഷൻ നടത്തും എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ആലോചിച്ചാൽ അറിയാമല്ലോ. ഇതൊന്നുമല്ല ഒരു ട്രാക്ടറിൽ കയറി പോയ പ്രശ്നം മാത്രമല്ല സ്മൃതി. ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ പറഞ്ഞല്ലോ, വകതിരിവില്ലാത്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വകതിരിവില്ലാത്ത ഈ ക്രിമിനലിനെ, ഇദ്ദേഹം നടത്തിയ ക്രിമിനലിസത്തെക്കുറിച്ച് എത്ര വട്ടം ഈ മന്ത്രി പറഞ്ഞതാണ്. അന്വേഷണ ഏജൻസിക്ക് റിപ്പോർട്ട് മൊഴി കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ പൂരം കലങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ശ്രീ സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും ഇദ്ദേഹത്തെ താങ്ങി നിർത്തുന്ന പിണറായിയുടെ ഈ നിലപാടിനെ എന്തുകൊണ്ടാണ് ആ ഒരു പാർട്ടിക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്തത്? തൃശ്ശൂർ ജില്ലയിലാണ് ഈ പൂരം കലക്കൽ നടന്നത്.
അതിൻ്റെ നേർസാക്ഷികളാണ് അന്നത്തെ മന്ത്രി സുനിൽ കുമാറും ഇപ്പോഴുള്ള രാജൻ ഉൾപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ, CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, ഇവരൊക്കെ ഇത് പറഞ്ഞിട്ടും എന്തുകൊണ്ടൊരു തീരുമാനം എടുപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല? ഇനിയിപ്പോൾ ഈ തീരുമാനത്തിൻ്റെ മുകളിൽ ഞാൻ ട്രാക്ടറിലേക്കല്ല വരുന്നത്. ട്രാക്ടർ ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻബോൺ ക്രിമിനൽ സ്വഭാവമുണ്ട് സ്മൃതി, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സുജിത് ദാസിനുണ്ടായിരുന്നു. ഇവർക്ക് 2 പേർക്കും ഇൻബോൺ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ അത് കാണാൻ കഴിയും. ഇപ്പം ഇദ്ദേഹം തന്നെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ പോകേണ്ട ഒരു തീരുമാനമെടുക്കുന്നത്? അത് അവർക്ക് നിയമം ലംഘിക്കുക, അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ സുജിത് ദാസിൻ്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കൂ. അദ്ദേഹം എന്തുമാത്രം ആ എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തിന് ആരോപിച്ച് എനിക്കറിയാം, കോടികൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിന് കൂട്ടുനിന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ വീടിൻ്റെ കണക്കടക്കം അദ്ദേഹത്തിൻ്റെ സ്വത്തടക്കം ഞാൻ പത്രക്കാർക്ക് കൊടുത്ത് കാണിച്ചെന്ന ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. അതുപോലെയുള്ളൊരു വ്യക്തി താൻ ജീവിക്കുന്ന തൻ്റെ ക്യാമ്പ് ഓഫീസിൽ കുറച്ച് മരങ്ങൾ മുറിച്ചു പോകുമ്പോൾ അതിൽ നിന്നൊരു തേക്ക് മരം മുറിക്കാൻ, അതും കള്ളത്തരത്തിൽ മുറിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനോഗതി എന്താ? 20,000 രൂപ 30,000 രൂപ വരുന്ന ഒരു തേക്ക് മരത്തിൻ്റെ ഒരു കുറ്റി കള്ളത്തരത്തിൽ കടത്തണം സുജിത് ദാസ് ആഗ്രഹിച്ചെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ കണ്ടിട്ടുണ്ട് പല ആളുകളെയും, പല ചരിത്രത്തിലും പല നോവലിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. വലിയ കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു ടേബിളിൽ ഒരു കോൺഫറൻസിന് പോയി ഇരുന്നാൽ ആ ടേബിളിൽ നല്ലൊരു പേന ഉണ്ടെങ്കിൽ അത് മെല്ലെ എടുത്ത് അവനവൻ്റെ പോക്കറ്റിൽ വെച്ച് പോകുന്ന ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതെന്താണ്? ഒരു ഇൻബോൺ ക്രിമിനലിസമാണ്. ആ ഇൻബോൺ ക്രിമിനൽ സ്വഭാവമുള്ള 2 IPS ഓഫീസർമാരാണ്, ഒന്ന് സുജിത് ദാസും ഒന്ന് ഈ പറയുന്ന MR അജിത് കുമാറും. അദ്ദേഹം ഇനിയും ഇവിടെ തുടരും. അപ്പോൾ പോലീസിൽ വലിയ മാറ്റം, പുതിയ DGP ഒക്കെ വന്നല്ലോ. സത്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷ കാര്യത്തിലില്ല. കാരണം അജിത് കുമാറിനെ മറികടന്നുകൊണ്ട് ഈ പറയുന്ന റവാദ ചന്ദ്രശേഖരന് എന്തെങ്കിലും ഒരു ഈച്ചയെ അവിടെ അനക്കാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കില്ല. നമ്പർ 1. നമ്പർ 2, ഇപ്പം ഇദ്ദേഹത്തെ തന്നെ DGP ആക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അഡ്മിനിസ്ട്രേഷനിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്ന ചർച്ച നടക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായിരിക്കും അദ്ദേഹം ആ അഡ്മിനിസ്ട്രേഷൻ ADGP ആയിട്ട് അവിടെ കയറി വന്നാലുണ്ടാകുന്ന സ്ഥിതി? അപ്പം മൊത്തത്തിൽ മുഖ്യമന്ത്രിയും P ശശിയും ഒരുക്കുന്ന കവചിത എന്താ പറയുക, കവചത്തിൻ്റെ ഉള്ളിൽ ഇദ്ദേഹം ഭദ്രമാണ്. അദ്ദേഹത്തെ തൊടാൻ കഴിയില്ല. എന്തുകൊണ്ട് തൊടാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രിക്ക്? എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് P ശശിക്ക് ഇദ്ദേഹത്തിനെതിരെ ഒരു ന്യായമായ തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല? അത്രമാത്രം ഈ പറയുന്ന അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ സേവനങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും അദ്ദേഹത്തെ കൈവിടാൻ കഴിയില്ല. കേരളം കുട്ടിച്ചോറായാലും ഈ ഗവൺമെന്റ് ഇതിന്റെ വേണ്ടേ? ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച പല ആരോപണങ്ങളും തെളിവെവിടെ എന്നാണല്ലോ തിരിച്ച് ചോദിച്ചിട്ടുള്ളത്. അല്ല, അതിനുള്ള മറുപടി തന്നെയാണ് ഇത്, തന്നെയാണ് അതിൻ്റെ തെളിവ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് തെളിവ് കൊടുക്കാൻ ഇനി ഹൈക്കോടതിയിൽ സാധിക്കൂ. ഞാൻ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇത് സത്യസന്ധമായ അന്വേഷണം നടക്കില്ല. എനിക്കിത് കോടതിയെ സമീപിക്കേണ്ടി വരും. എനിക്കൊരു ജുഡീഷ്യൽ അന്വേഷണമോ ഒരു സബ് ജുഡീഷ്യൽ അന്വേഷണമോ നടന്നെങ്കിലേ ഇതിൻ്റെ മുകളിൽ സത്യാവസ്ഥ പുറത്തു വരൂ. അവിടെ എത്തിയില്ലേ? പരാതിക്കാരനായ എനിക്ക് ഇതുവരെ ഇവർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ കോപ്പി തന്നിട്ടില്ല സ്മൃതി. ഈ പുതിയ റവാഡ ചന്ദ്രശേഖർ വന്നിട്ട് പോയി കഴിഞ്ഞ ആഴ്ച വീണ്ടും ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇനി എനിക്കെന്താ മാർഗം? പരാതിക്കാരനായ എനിക്ക് പരാതിയുടെ റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കണം. എന്നിട്ട് ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശപ്രകാരം ആ കോപ്പി വാങ്ങിയതിന് ശേഷം വേണം എനിക്ക് ഞാൻ ഉയർത്തിയ ആരോപണങ്ങളും ഞാൻ നൽകിയ തെളിവുകളും ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട്, ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെയാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇദ്ദേഹം ചെയ്ത കുറ്റങ്ങളുടെ തെളിവുകൾ ഇതാണ്, അദ്ദേഹം സമ്പാദിച്ച സമ്പത്തിൻ്റെ രേഖകൾ ഇതാ, ആധാരം ഇതാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ കൊടുക്കണം എനിക്ക്. അപ്പോഴേ ഇനി ഈ ആരോപണം തെളിയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ എന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് CPM, മുഖ്യമന്ത്രിയുടെ ഓഫീസ്. എന്നിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം എവിടെ തെളിവ്? ഞാൻ എങ്ങനെ എനിക്ക് ആകാശത്തു നിന്ന് തെളിവ് പറിച്ചു കൊടുക്കാൻ പറ്റുമോ സ്മൃതി? കൊടുത്ത തെളിവുകൾ മുഴുവൻ ഇവർ അത് മുക്കി എന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഒരു പരാതിക്കാരനായി എനിക്ക് ആ റിപ്പോർട്ടിൻ്റെ കോപ്പി തരണ്ടേ? അത് ഏറ്റവും എന്താ പറയുക, നമ്മുടെ നിയമസംഹിതയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതുപോലും ചെയ്യാതെ
ഇപ്പോൾ സ്മൃതി ചോദിച്ച പോലെ തന്നെ അവരും ചോദിക്കുക എന്ത് സംഭവിച്ചു, വല്ല താങ്കൾ ഉന്നയിച്ച കാര്യത്തിൽ ആകെ ചെയ്തിരിക്കുന്നത് സുജിത് ദാസിനെതിരായ സസ്പെൻഷനാണ്. സസ്പെൻഷൻ ആണെങ്കിൽ തന്നെ അതൊരു നടപടി എന്ന് പറയാൻ പറ്റില്ല. സസ്പെൻഷൻ ഒരു നടപടിയല്ലല്ലോ. അപ്പോൾ അത്രയാണ് ആകെ ചെയ്തിട്ടില്ല. അങ്ങ് ഉന്നയിച്ച ഇത്രയും വിഷയങ്ങളിൽ ആകെ ചെയ്ത കാര്യം അതാണ്. അതെ, ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. എവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? അതെ, റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെയാണ്. സുജിത് കുമാറിന്റെ തൊട്ട റൂമിനാണ്, അജിത് കുമാറിന്റെ തൊട്ട റൂമിനടുത്ത് തന്നെയാണ് ഇദ്ദേഹത്തെയും റീഇൻസ്റ്റേറ്റ് ചെയ്ത് വെച്ച് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കോക്കസാണ്. ഇത് വലിയൊരു മാഫിയ സംഘമാണ് പോലീസിൻ്റെ അകത്ത്. അവരാണ് കേരളത്തിലെ പോലീസിനെ ഈ വർഗീയവൽക്കരിച്ചതും സാമ്പത്തിക, ഇപ്പം ഞാൻ പറഞ്ഞ ഡാൻസ് ഓഫുമായി ബന്ധപ്പെട്ട അന്ന് ഞാൻ ഉയർത്തിയ ഈ പറയുന്ന എന്താ പറയുക ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്നും ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പം റിപ്പോർട്ടർ TV തന്നെ വളരെ ശക്തമായി ഏറ്റെടുത്തിരുന്ന വിഷയമായിരുന്നല്ലോ താനൂർ കസ്റ്റഡി മരണം. ഇവരൊക്കെ അതിൽ പ്രതികളാണല്ലോ. ആ കേസ് ഇപ്പോൾ എവിടെ എത്തി സ്മൃതി? ആ CBI പോലും അട്ടിമറിക്കാൻ ശേഷിയുള്ളവരാണ് ഈ പറയുന്ന IPSകാർ. അവരാണ് കേരളം ഭരിക്കുന്നത്. അതിനെതിരായ ശക്തമായ ഒരു നിലപാട് ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത്രയൊക്കെ വഷളായ സ്ഥിതിക്ക് തടി ഊരാനുള്ള എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ നടപടിക്കപ്പുറം സത്യത്തിൽ ഇദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്ത് ജയിലിലാക്കില്ല വേണ്ടത്. ഇത്രയും വലിയ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയ എല്ലാ തെളിവുകളും കൊടുത്തിട്ട് ഇദ്ദേഹത്തെയൊക്കെ പോലീസിലിരുത്താൻ പറ്റുമോ? എന്താണ് അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ ഉള്ള ഫീലിംഗ് എന്തായിരിക്കും? ഇതുപോലെ ക്രിമിനലിസം നടത്തുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ കീഴിലുള്ള IPSകാർക്കും അല്ലാത്തവർക്കും അവരെന്താണ് പഠിച്ചെടുക്കുന്നത്? അവരാണല്ലോ ഇനി അടുത്ത തലമുറയെ ഇവിടെ പോലീസിനെ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ തലപ്പത്താണ് പ്രശ്നം. അവരെ ക്രിമിനൽ നടപടി സ്വീകരിച്ച് ഇദ്ദേഹത്തെ ജയിലിലയക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടത്. അതിന് സാധ്യമല്ലാത്തതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ കരാള ഹസ്തങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബവും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെയായി വലയം ചെയ്ത് നിൽക്കുന്നു എന്ന് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ കേരളത്തിലെ സഖാക്കൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ബോധ്യപ്പെടാത്ത 3.5 കോടി ജനങ്ങളിലെ ഏക വ്യക്തി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ്. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ ഇതിന് മറുപടി പറയണം. ഇപ്പോൾ 1-2 കേസുകളല്ലല്ലോ. ഇപ്പോൾ BJP നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ അത് തന്നെ ആവർത്തിക്കുന്ന ADGP ആ കാര്യമാണ് ഷാഫി ചാലിം ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ നിരവധി കാര്യങ്ങളായി ഒരു വിഷയത്തിലും കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കൃത്യമായ സംരക്ഷണം ഉണ്ടാകുകയും ചെയ്യുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു തിരുത്തുണ്ട്. മനോജ് എബ്രഹാം ആണ് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തത് എന്ന് പറഞ്ഞു. മനോജ് എബ്രഹാം അല്ല, യോഗേഷ് ഗുപ്തയാണ് കൊടുത്തിരുന്നത്. ഇനി താങ്കൾക്ക് മറുപടി പറയാം. തീർച്ചയായിട്ടും എനിക്കൊരല്പം സമയം തന്നെയാണ്. കാരണം ഞാൻ എന്തായാലും ഒറ്റയ്ക്കാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട PV അൻവറിന് തന്നെ ആദ്യത്തെ മറുപടി പറയാം. അദ്ദേഹം ഏതാണ്ട് ഇപ്പോൾ 1 വർഷമാകാൻ പോവുകയാണ്. ഒരു 10 മാസമായത് എൻ്റെ ഓർമ്മ. അദ്ദേഹം രാജിവെക്കുന്നതിന് ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന MR അജിത് കുമാറിനെ കുറിച്ച് അദ്ദേഹം കുറേ ആരോപണങ്ങളുമായിട്ട് പുറത്തു വന്നു. ആ ആരോപണങ്ങളിൽ ഇതുവരെ അദ്ദേഹത്തിന് വ്യവസ്ഥാപിതമായൊരു തെളിവ് അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ 2 തവണ ഈ ചർച്ചയിലും പറഞ്ഞു, അതിനു മുമ്പ് പറഞ്ഞു, എന്താ പറഞ്ഞേ, ഞാൻ കേരള ഹൈക്കോടതി പോവും എൻ്റെ തെളിവുകളെല്ലാം സംസ്ഥാന സർക്കാർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, അദ്ദേഹത്തെ ലോക്ക് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ എനിക്കിത് എളിയ രീതിയിൽ അദ്ദേഹത്തിനോട് പ്രിയപ്പെട്ട അൻവറിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. പിന്നെ സുജിത് ദാസ്, അതായത് നമ്മുടെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഇദ്ദേഹം നടത്തിയൊരു ഫോൺ സംഭാഷണത്തിന് 2 റെക്കോർഡ് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. ആ തെളിവ് ആ മാധ്യമങ്ങളുടെ പുറത്തുവിടാൻ ചങ്കൂറ്റം കാണിച്ച PV അൻവർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഈ മാധ്യമങ്ങൾക്ക് കൊടുക്കാതിരിക്കുന്നത്? വളരെ അത്ഭുതകരമായ കാര്യമാണ്. അദ്ദേഹം തെളിവുണ്ടെന്ന് പറഞ്ഞു. ഒന്ന്. രണ്ടാമത് അദ്ദേഹം നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് പ്രചരണങ്ങളിൽ പറഞ്ഞത് എന്താ, എനിക്കിനി യാതൊരു മാർഗ്ഗമില്ല, എനിക്ക് ഹൈക്കോടതിയെ അഭയം പ്രാപിക്കണം, ഞാൻ ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ ഹർജി കൊടുക്കുമെന്ന് പറയും. ഇതുവരെ അദ്ദേഹം അതിനോട് നീങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ, എവിടെയോ എന്തൊക്കെയോ കേട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കാം. ഞാനതൊന്നും ചോദ്യം ചെയ്തില്ല, അതിന് പൊളിറ്റിക്കൽ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് ചോദ്യം ചെയ്ത ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു തെളിവുകൾ പുറത്തുവിടാത്തത്? അദ്ദേഹം ഈ പറയുന്ന ടെലിഫോൺ റെക്കോർഡ് പുറത്തുവിട്ട അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള തെളിവുകൾ ഈ പബ്ലിക്കിന് പ്രൊഡ്യൂസ് ചെയ്യും? അപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുമല്ലോ. MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത് വേറെ ഒറ്റ ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഇദ്ദേഹം പറഞ്ഞ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും ഈ പറഞ്ഞ UPSCക്ക് അദ്ദേഹം പലതവണ പരാതി കൊടുത്തു പറഞ്ഞു. അദ്ദേഹം മനസ്സിലായി, എന്നേക്കാൾ അറിവുള്ള മനുഷ്യൻ, അദ്ദേഹം 2 പ്രാവശ്യം MLA ആയിരുന്നിട്ടുള്ള
ഒരു IPS ഉദ്യോഗസ്ഥൻ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അയാൾ ഡയറക്റ്റ് എംപ്ലോയി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള, അവർ ഓരോ കേഡറിലേക്ക് വരണമെന്നേ ഉള്ളൂ. അവർക്ക് കേന്ദ്ര സർവീസിലേക്ക് വേണം തിരിച്ചു പോകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തെളിവ് പ്രകാരം ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ അതിന്റെ കൺസേൺ ആയിട്ടുള്ള വകുപ്പ് എന്തുകൊണ്ട് ഈ MR അജിത് കുമാർ ഒരു നടപടി സ്വീകരിക്കുന്നില്ല? ഇപ്പൊ അദ്ദേഹം പറയാം അദ്ദേഹം RSSന്റെ ആളെന്ന് പറയും. RSSന്റെ ആളാണെന്നുള്ളതിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് ഹാജരാക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ല, അതിന്റെ തെളിവുകളാണല്ലോ പറഞ്ഞത്. ഇവിടെ BJP നേതാക്കൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തി, ഓരോ കേസും എങ്ങനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ. അല്ല, ഇങ്ങനെയൊക്കെ ആർക്കും പറയാമല്ലോ. ഇപ്പൊ എനിക്കും പറയാം, സ്മൃതിക്കും പറയാം. പക്ഷേ എവിടെ തെളിവുകൾ? ഇവര് തെളിവ് പ്രൊഡ്യൂസ് ചെയ്യട്ടെ. എങ്ങോട്ടാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി പ്രവചിക്കാനാകും. അദ്ദേഹം എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ പോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. പക്ഷേ ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബോധ്യമാകാത്തതിൽ എന്താണ് വ്യത്യാസം? അതൊന്നും അറിയണമല്ലോ. അല്ല, TP സെൻകുമാർ എങ്ങോട്ടാ പോയെന്നുള്ളവർ ഇപ്പം മുഖ്യമന്ത്രി അത് മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ള മുഖ്യമന്ത്രിക്ക് ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ADGPയുടെ പ്രവൃത്തി എന്താണ് കാണാൻ പറ്റാത്തതെന്നാണ് ചോദ്യം. കാലം മാറിയപ്പോൾ വേറെ പല കാര്യങ്ങളും മാറിയോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യമാണ്. അല്ലെന്ന് നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് PV അൻവറിനോ ബഹുമാനപ്പെട്ട കോടതിയെ രക്ഷയുള്ളൂ എന്നാണോ അങ്ങ് പറയുന്നത്? വേണ്ട, വേണ്ട, ഞാനങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. ഇവര് പറഞ്ഞ കാര്യം പറഞ്ഞോളൂ. ഞാൻ വേണ്ട, അവർക്ക് ഒരു ടെലിഫോൺ റെക്കോർഡ് പുറത്തുവിടാനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ തെളിവുകൾ. നൊട്ടോറിയസ് ക്രിമിനലാണ്, ബോൺ ക്രിമിനലാണ്, ഇൻബോൺ ക്രിമിനലാണ്, രാജ്യം ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് മാധ്യമങ്ങളിലൂടെ ഇത് പുറത്തുവിടാ? എന്തുകൊണ്ട് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടാ? അപ്പൊ ഇതെല്ലാം PV അൻവർ ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. അങ്ങനെ പോവാതെ എനിക്ക് പറയാനുള്ള ഒരു താങ്കൾ ചോദിച്ചതാണല്ലോ, താങ്കൾ മറുപടി വേണ്ടേ? എന്റെ ഊഴം കഴിച്ചിട്ട് പറയാം. ശരി, എന്നാ വേഗം പൂർത്തിയാക്കൂ. കേരളം ഇത് ജനം കേട്ടുകൊണ്ടിരിക്കുന്നല്ലേ? ജനത്തിന് മുമ്പിൽ തെളിവില്ലാതെ കൊണ്ട് കാര്യങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ തെളിവ് എവിടെ നിന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം പൊതുജനത്തിനുമില്ലേ? ഞങ്ങൾക്കില്ലേ? ഇവരെ ഞാൻ വെല്ലുവിളിക്കുന്ന ഇപ്പൊ പുറത്തുവിടാ ഈ ചാനലിൽ. അതായത് ആരാണോ ആരോപണം ഉന്നയിക്കുന്നത് അവർ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോകണം. തെളിവുകൾ ഓരോന്നായിട്ട് പോലീസിന് കയ്യിൽ കൊണ്ടു കൊടുക്കണം. അങ്ങനെയാണ് ഇനി വേണ്ടത്, അല്ലേ? അങ്ങനെയല്ല, തെളിവുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു തെളിവ് അദ്ദേഹം പുറത്തുവിട്ടല്ലോ, റെക്കോർഡ്. അല്ല സാർ, ഞാൻ ഒരു വാചകം പറയുന്നത് നിർത്തിക്കോളാം. അദ്ദേഹം കൊടുത്തല്ലോ, നിങ്ങളുടെ എല്ലാം മുമ്പിലല്ലേ അദ്ദേഹം ലൈവായിട്ട്. കൂടുതൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് റിപ്പോർട്ടർ ചാനലില്ല. അതായത് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? വേർ ഈസ് എവിഡൻസ്? ദിസ് ഈസ് എവിഡൻസ്. അത്ര ആരോട് പ്രശ്നം തീർന്നില്ലേ? ഇത്ര ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതെന്തുകൊണ്ട് കാണിക്കുന്നില്ല? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ വിൽ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ. രജി, നിങ്ങളെ ആവേശം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞു പോകണം. ഒരിക്കലും ഇത് തിരുത്താൻ ശ്രമിക്കരുത്, ഒരിക്കലും തിരുത്തരുത്. ഈ ആടിനെ പട്ടിയാക്കി എത്ര കാലം പോകാൻ കഴിയുമെന്നത് കാലം തെളിയിക്കും. 6-5-8 മാസം കഴിഞ്ഞ ഇലക്ഷനാണല്ലോ. ഇവിടെ നിങ്ങൾ പറയുന്നു ഞാൻ തെളിവ് കൊടുത്തില്ല എന്ന്. ഈ പറയുന്ന ADGP MR അജിത് കുമാർ 2018 ഫെബ്രുവരി 19 ഈ പറയുന്ന ട്രിവാൻഡ്രം നഗരത്തിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു 33,85,000 രൂപക്ക്. പെയ്ഡ് ബൈ ക്യാഷ്. ഒരു പൈസ ഒഫീഷ്യലായി കൊടുത്തിട്ടില്ല, ഒരു പൈസ ലീഗലായി കൊടുത്തിട്ടില്ല. അതേ ഫ്ലാറ്റ് ആഫ്റ്റർ 10 days 2018 ഫെബ്രുവരി 27 28 ഈ പ്രോപ്പർട്ടി അദ്ദേഹം വിൽക്കുകയാണ് 65 ലക്ഷം രൂപക്ക്. റിസീവ്ഡ് ബൈ ക്യാഷ്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള രജിസ്റ്റർ ഓഫീസിലെ റെക്കോർഡാണ്. ആ ആധാരത്തിൻ്റെ കോപ്പി കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമ പ്രവർത്തകർക്കും അന്ന് ഞാൻ നൽകിയിട്ടുള്ളതാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട റെജി ലൂക്കോസിനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇന്റർനെറ്റിൽ കയറിയിട്ട് അന്വേഷണം നടത്തി അത് MR അജിത് കുമാറിന് അനുകൂലമായ റിപ്പോർട്ട് നൽകുകയും ചെയ്തല്ലോ. അല്ല, അതാണ് എനിക്കറിയേണ്ടത്. എങ്ങനെയാണ് 33,80,000 രൂപ കള്ളപ്പണം കൊടുത്തുകൊണ്ട് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നത്? 10 ദിവസം കഴിഞ്ഞ് ഇരട്ടി വിലക്ക് 65 ലക്ഷം രൂപക്ക് അതേ ഫ്ലാറ്റ് അദ്ദേഹം വിറ്റുന്നു. റിസീവ്ഡ് ബൈ ക്യാഷ്. ചരിത്രത്തിലുണ്ടാവില്ല, കേരളത്തിലെ ഒരു രജിസ്റ്റർ ഓഫീസിലും അങ്ങനെ രജിസ്ട്രേഷൻ നടക്കില്ല.
സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വില, അത് കെട്ടിടത്തിനായാലും ഭൂമിക്കായാലും, ഭൂമിയും കെട്ടിടമാണെങ്കിലും അതിന് സർക്കാർ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. ആ വിലക്കുള്ള പണം വൈറ്റ് മണിയായി ചെക്കായോ DD ആയോ ട്രാൻസ്ഫറായോ കൊടുത്ത് അതിൻ്റെ പ്രൂഫ് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കുകയും ആ എവിഡൻസ്, ആ കണക്കുകൾ, ആ ചെക്ക് അല്ലെങ്കിൽ RTGS അല്ലെങ്കിൽ മണി ട്രാൻസ്ഫർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ ആധാരത്തിൽ രേഖപ്പെടുത്തും. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ഥിതി. പക്ഷേ MR അജിത് കുമാറിന് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. കള്ളപ്പണം കൊടുത്തുകൊണ്ട് വീട് വാങ്ങാം, കള്ളപ്പണം വാങ്ങിക്കൊണ്ട് ആ വീട് ഡബിൾ വിലക്ക് 10 ദിവസം കൊണ്ട് വിൽക്കാം. ഈ തെളിവ് റജി ലൂക്കോസിന്റെ പോലീസിന്റെ കയ്യിൽ ഞാൻ കൊടുത്തൊരു തെളിവാണ്. കേരളത്തിലെ പത്രങ്ങൾക്ക് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങൾ അത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളാണ്. ആ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തി റെജി ലൂക്കസ് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് ആ റിപ്പോർട്ടിൻ്റെ കോപ്പി ഒന്ന് നാളെ തന്നാൽ നാളെ താങ്കളെ തന്നെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ നല്ലൊരു വക്കീൽ താങ്കൾ പറയുന്ന ആളെ തന്നെ ഞാൻ ഏൽപ്പിക്കാം. ശ്രീ ഷാഫി ചാലിയം, ഇതുവരെ നടന്ന ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. ഇതിപ്പോൾ ഇനി എന്ത് പ്രതീക്ഷയാണുള്ളത്? ഈ കാര്യത്തിൽ ഇനിയൊരു തുടർ നടപടി ഉണ്ടാകുമോ? ഇപ്പോൾ പൂരം റിപ്പോർട്ടിൽ MR അജിത് കുമാറിനെതിരായ വിവരങ്ങളാണുള്ളത്. ആ റിപ്പോർട്ടിൽ അതിന്മേൽ നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇത് കോർട്ട് അലക്ഷ്യമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ എന്ത് ചെയ്യും, എന്ത് തീരുമാനമെടുക്കുമെന്നാണ് എല്ലാവരും ആകാംക്ഷയോട് കൂടി ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും ഹൈക്കോടതി ഇതിലുപയോഗിച്ച രൂക്ഷമായ ഭാഷയും ശൈലിയൊക്കെ നമ്മൾ കണ്ടതല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായൊരു നീക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ നമ്മുടെ റെജി ലൂക്കോസിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി അദ്ദേഹം പറയുമെന്നാണ് ഞാൻ കരുതിയത്. അദ്ദേഹം പറഞ്ഞില്ല. കാരണം ആ ആംബുലൻസിനെതിരെ കേസെടുക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം. ആ കേസെടുക്കേണ്ടതാണെങ്കിൽ അത് എടുക്കുന്നില്ല BJP നേതാക്കളെ പേരിൽ. അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം ഈ നാട്ടിൽ മറ്റാരെങ്കിലും ഇത് ചെയ്താൽ എന്ത് സംഭവിക്കും? BJPയുടെ നേതാക്കളും ഗുണ്ടകളും ബീക്കൺ ലൈറ്റ് ഇട്ട സൈറൺ മുറയ്ക്ക് ആംബുലൻസിൽ വന്നിട്ടാണ് പൂരം കലക്കിയത്. ഇത് TV ലൈവായി നമ്മൾ കണ്ടതാ. ഈ നിമിഷം വരെ ഒരു FIR പോലും ഇട്ടിട്ടില്ല. അത് ഇടേണ്ടതല്ലേ റെജി ലൂക്കോസ്? എന്താണ് ഇടാത്തത്? ആരാണ് അതിൻ്റെ കാരണം? അതിൻ്റെ പിറകിലൊക്കെ ഈ അജിത് കുമാറും സംഘവുമാണെന്ന് നമ്മൾ സംശയിക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് നിങ്ങളൊന്ന് വിശദീകരിക്കണം. എൻ്റെ സമയം ഞാൻ റജിക്ക് തരികയാണ്. റജിൻ്റെ എന്തെങ്കിലും ഒരു മറുപടി കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പ്ലീസ്. മറുപടി ഉണ്ടെങ്കിൽ വേഗം പറയാം. അല്ല, തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത്, അല്ല എനിക്കിവിടെ പറയാനുള്ള ഒരു പ്രത്യേകമായ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ ബഹുമാനപ്പെട്ട PV അൻവർ ഉന്നയിച്ച വിഷയങ്ങളുടെ ഒരു തുടർച്ചയാണ് ഈ MR അജിത് കുമാറിനെ കുറിച്ചുള്ള ഈ വേട്ടയാടലുകൾ. അതിന്റെ ലക്ഷ്യം ആഭ്യന്തര വകുപ്പ് എന്നുള്ള എല്ലാവർക്കും അറിയാം. എന്റെ ചോദ്യം നിങ്ങൾ ചോദിക്കാണ്ട് അല്ല ഇതെന്തിനാ ഇങ്ങനെ ഇടപെടുന്നത്? എന്റെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇത് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഏതാണ് മാറ്റി പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ട് തെളിവുകൾ ഹാജരാക്കുന്നില്ല? ബഹുമാനപ്പെട്ട PV അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലോക്ക് ചെയ്തിരിക്കാന്ന് പറഞ്ഞത്. അങ്ങയുടെ അതിന്റെ കോപ്പി ഇല്ലേ? ഈ ലോകത്തിൽ ആരെങ്കിലും കോപ്പി ഇല്ലാണ്ട് ഇത് കൊടുക്കുവോ? ഇനി അതല്ല, താങ്കൾ എന്തുകൊണ്ടാണ് കോടതി വളരെ വളരെ മോശമായ ആംബുലൻസിൽ മറുപടി ഉണ്ടോ? ഞാൻ താങ്കൾക്കുള്ള മറുപടി വേഗം പറഞ്ഞോളൂ. ഞാൻ താങ്കൾക്കുള്ള മറുപടി പറയും. താങ്കൾ ഇവിടെ RSSന്റെ ആളാണെന്നും പറഞ്ഞു അതിലേക്ക് തന്നെ വരുന്നത്. ഞാൻ ഓടിച്ചു കൊടുത്തില്ല. ഈ MR അജിത് കുമാർ RSSന്റെ ആളാണെന്ന് ഇവിടെ തെളിവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനാണ് ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചത്. എന്തുകൊണ്ട് ആ തെളിവ് താങ്കൾക്ക് ഇവിടെ ഹാജരായിക്കോട്ടെ? താങ്കൾ പറയൂ. താങ്കൾ പറഞ്ഞാൽ താങ്കളുടെ ചോദ്യം ഞാനും മറുപടി പറയാം. എന്റെ ചോദ്യം ആദ്യം മറുപടി പറയും. അതല്ലേ അതിനകത്ത് ഒരു ഡിബേറ്റിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങ് ഷാഫി ചാലിയം പറഞ്ഞു എങ്കിൽ താങ്കൾ തെളിവ് വരൂ. RSS നേതാവ് ഹൊസബുള്ളിയെ കേൾക്കുന്ന ഒരു RSS ബന്ധത്തിന്റെ തെളിവല്ലേ? നിക്കേ ഇവിടെ RSSന്റെ ഏറ്റവും വലിയ നേതാവായ ഹൊസബുള്ളയെ കണ്ട വ്യക്തിക്ക് അപ്പൊ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി അല്ലെ നിങ്ങളോട് ഞാൻ തിരിച്ചു ചോദിക്കുക. അദ്ദേഹം മുസ്ലിം ലീഗുകാരെ മാത്രമേ കാണത്തുള്ളൂ. ബഹുമാനോട് PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ്
സൗഹൃദത്തിന്റെ പേരിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരി. അങ്ങനെ സൗഹൃദത്തെ പോലെ നിങ്ങൾ ശരി, ശരി. ആംബുലൻസിനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? നിക്കേ അല്ല, ആംബുലൻസിനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? അതിന് വല്ല ഉത്തരവുണ്ടോ? നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ് നമുക്ക് തിങ്കളാഴ്ച കോടതി എന്ന് പറയുന്നത് കൂടി നോക്കാം. ശ്രീ റെജി ലൂക്കോസ്, അന്നും അങ്ങേക്ക് അവസരമുണ്ട്. അങ്ങേക്ക് ഈ വേട്ടയാടലിനെതിരെ പ്രതികരിക്കാൻ അവസരമുണ്ട്. വളരെ നന്ദി ശ്രീ പി വി അൻവർ, ഷാഫി ചാലിയം, റെജി ലൂക്കോസ്, എ സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം മീറ്റ് ദ എഡിറ്റേഴ്സ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.